ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിത്ത്. മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, എനിക്ക് നിറയെ മെസ്സേജ് വന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതലായിട്ട് നഷ്ടം വരുന്നു, എന്താണെന്നറിയില്ല. പല രീതിയിലും ട്രേഡ് ചെയ്ത് നോക്കി, എങ്ങനെ പോയാലും ലാഭം വരുന്നുണ്ട്, പക്ഷേ കൂടുതൽ നഷ്ടം സംഭവിക്കണമെന്നൊക്കെ. ഒരു കാര്യം ഞാൻ പറയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം മാത്രം പ്രതീക്ഷിച്ച് ആരും വരണ്ട, നഷ്ടം ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ആയിരിക്കണം എന്ന് മാത്രം. അതിന് നമ്മൾ അത്യാവശ്യം കുറച്ച് അനാലിസിസ് ഒക്കെ പഠിച്ചിരിക്കണം. അതല്ലാത്ത പക്ഷം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നഷ്ടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് പൈസയൊക്കെ കിട്ടും, അതൊരു ലക്കിൽ നമുക്ക് ഭാഗ്യത്തിൽ കിട്ടുന്ന മാതിരി കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ പോകുമ്പോൾ നല്ല രീതിയിലും പോകും. കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമുക്കൊരു പ്രവണത വരും. അങ്ങനെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ പോകുമ്പോൾ ഇതുവരെ കിട്ടിയതും അതിൽ കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അനാലിസിസ് പഠിച്ച് വെച്ചിരിക്കണം. സിമ്പിളായിട്ടുള്ള അനാലിസിസ് ഒക്കെ കുറച്ച് മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ചോട്ടിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് അത് സെൽ ഔട്ട് ചെയ്യണം. ഇതൊക്കെ നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ഒരു സപ്പോർട്ട് ബ്രേക്ക് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് ബ്രേക്ക് എപ്പോഴാണ്, അതുവരേക്ക് ഓക്കെ പേടി കൂടാതിരിക്കുക. അടുത്ത സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും വിറ്റ് ഒഴിവാക്കണം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് വരെ പോയി തിരിച്ച് വരാം, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കയ്യിൽ ഹോൾഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഇതൊക്കെ മനസ്സിലാക്കിയാൽ കൂടെ നമ്മൾ അതിലൊരു 10 സ്റ്റോക്ക് സെലക്ട് ചെയ്താൽ അതിലൊരു 5 അല്ലെങ്കിൽ 4 ഇതിന് വിപരീതം സംഭവിക്കാം. ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇത്രയും അനാലിസിസ് ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് നെഗറ്റീവ് റിസൾട്ട് സമ്മാനിക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യണം, നമ്മുടെ നിഫ്റ്റി 50 തന്നെ ടോപ്പ് ഒരു 10 കമ്പനി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലോ ഹൈ എല്ലാം മനസ്സിലാക്കി, മൂവ്മെൻ്റ് എല്ലാം മനസ്സിലാക്കി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ HDFC ഒരു ലാർജ് ക്യാപ്പാണ്, അത് ഏകദേശം 1400 വരയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു കറക്റ്റ് ബൈയിങ് ടൈമാണ്. പക്ഷേ ഇറങ്ങുന്ന ടൈം നമ്മൾ എന്തുകൊണ്ട് ഇറങ്ങി, ടോട്ടൽ ബാങ്ക് നിഫ്റ്റി ഡൗൺ ആണോ, ഇതൊക്കെ നമ്മൾ മനസ്സിലായിരിക്കണം. അല്ലെങ്കിൽ HDFC മാത്രം അതിനെന്തോ കാര്യമായിട്ട് പിഴവ് പറ്റിയിട്ടുണ്ട്, ഡൗൺ ആണോ, അതുകൂടി നോക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വാങ്ങിച്ചിടാനും പാടില്ല. അപ്പോൾ മൊത്തം ബാങ്ക് നിഫ്റ്റി ഇറങ്ങുകയാണെങ്കിൽ അതെന്തായാലും വീണ്ടും തിരിച്ച് കയറും. അപ്പോൾ നമ്മൾ 1400 നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 1500 വന്നിട്ടുണ്ട്. HDFC 1 ലക്ഷം രൂപയോ 50,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത പ്രോഫിറ്റ് കിട്ടി. ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി അതല്ലാത്ത പക്ഷം നമ്മൾ ഇത്തരത്തിലുള്ള അനാലിസിസ് നോക്കി ഇത്തരത്തിലുള്ള നിഫ്റ്റി 50ൻ്റെ അണ്ടറിലുള്ള ഒരു 10 കമ്പനി സെലക്ട് ചെയ്തിട്ട് അതിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്ന സമയത്ത് നമുക്ക് ബൈ ചെയ്യാം. എങ്ങനെ നമുക്ക് തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് റിവേഴ്സ് എന്തെങ്കിലും ചെയ്താൽ തന്നെ ഇത്തരം കമ്പനികൾ എന്തായാലും കയറിക്കോളും, വീണ്ടും തിരിച്ച് നമ്മൾ പ്രോഫിറ്റ് അച്ചീവ് ആയിക്കോളും. ആ ഒരു ആത്മവിശ്വാസത്തിലിരിക്കുക. ഇനി അതല്ല, നമ്മൾ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് തിരഞ്ഞെടുത്ത് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൽ നമ്മൾ എടുക്കുന്ന കമ്പനീസ് എല്ലാം ഏകദേശം ആ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 2-3 ക്യാൻഡിൽ തന്നെ 10 പോയിൻ്റൊക്കെ ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതും ചിലപ്പോൾ ബ്രേക്ക്ഔട്ടിന് ശേഷം തിരിച്ച് റിവേഴ്സ് അടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഓരോ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയി കഴിയുമ്പോഴും നമുക്കൊരു 10 കമ്പനിയൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും, ഇത്തരത്തിലുള്ള ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക്. അപ്പോൾ ഞാനും ഇടുന്നത് അങ്ങനത്തെ സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോൾ ഒരു 10 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 നമ്മൾ വാങ്ങിക്കണം. 10 വാങ്ങി നമുക്ക് 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ അതൊരു 10,000 രൂപ ഡിവൈഡ് ചെയ്തിട്ട് 10 സ്റ്റോക്ക് മേടിക്കണം. 10 സ്റ്റോക്ക് മേടിക്കുമ്പോൾ നമ്മൾ അതിലെല്ലാം നമുക്ക് എത്രയാണ് സ്റ്റോപ്പ് ലോസ് ആക്സെപ്റ്റബിൾ അതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. അതായത് ഇപ്പോൾ കൂടുതൽ സ്റ്റോപ്പ് ലോസിലേക്ക് പോകണ്ട, ഏകദേശം കുറവ് വന്നിട്ട് ഇപ്പോൾ 100 രൂപയുടെ സ്റ്റോക്കാണെങ്കിൽ നമ്മൾ 98 രൂപ 97 രൂപ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അപ്പോൾ ഈ 10 സ്റ്റോക്കിലും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുന്നത് വന്നിട്ട് ഏകദേശം നമുക്ക് കുറവ് എമൗണ്ട് ആയിരിക്കും പോവുക. പക്ഷേ ഈ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ ശേഷം മൂവ് ആവുന്ന സ്റ്റോക്കുകൾ വന്നിട്ട് അത് 2-3 ക്യാൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 പോയിൻ്റൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 10 കമ്പനിയിൽ ഒരു 6 കമ്പനിയൊക്കെ നമുക്ക് ഇതേമാതിരി മൂവ് ആയാലും നമ്മുടെ ഓവറോൾ നെറ്റ് പ്രോഫിറ്റ് ഓക്കെ ആയിരിക്കും നമുക്ക്. ഇത്തരത്തിൽ നമ്മൾ ട്രേഡ് ചെയ്യുക. അതല്ലാതെ നമ്മൾ അതിൽ സെലക്ട് ചെയ്യും ഏതാണ് ഷെയർ വാല്യൂ കുറഞ്ഞത്. ഇപ്പോൾ 10 സ്റ്റോക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു 2-3 ഷെയർ വാല്യൂ 200 രൂപ 150 രൂപയുടെ സെലക്ട് ചെയ്തിട്ട് അത് നോക്കുമ്പോൾ റിവേഴ്സ് അടിക്കുകയും ചെയ്യും. സ്റ്റോപ്പ് ലോസും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവില്ല, ലോസായി. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു 10 10 വാങ്ങിച്ചാൽ അല്ലെങ്കിൽ 5 സെലക്ട് ചെയ്യുമ്പോൾ 5 വാങ്ങിച്ചാലേ ഇപ്പോൾ കാര്യമുള്ളൂ. ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് 5 സ്റ്റോപ്പ് ലോസ് അടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും മാർക്കറ്റാണ്. മാർക്കറ്റ് NSE BSEയിലുള്ള കമ്പനികളുടെ പെർഫോമൻസിന് ബേസ് ചെയ്തിട്ടാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസും അനാലിസിസും ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ ആളുകളും ഒരേപോലെ ആയിരിക്കും ചിന്തിക്കുക. ഇപ്പോൾ ബയേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, ഇതിന് കയറാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ വീണ്ടും ബൈ ചെയ്യാൻ ആളുകൾ താല്പര്യപ്പെടും. ഇത് നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കാം.
പെട്ടെന്നൊരു ഒരു സെല്ലർ വന്നിട്ട് അയാൾ ഒരു കോടിക്കണക്കിന് ഒരു ബൾക്ക് വലിയ എമൗണ്ട് സെല്ല് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് തുടങ്ങും ചിലപ്പം ബിയറിഷ് ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല മൂവി. ഒരു ബിയറിഷ് ക്യാൻഡിൽ കാണുമ്പോൾ ലോകത്തുള്ള മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? ഓരോ ക്യാൻഡിലും അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്യും. അതിൻ്റെ ടെയിലും വിക്തും എല്ലാം നോക്കി നമുക്ക് കറക്റ്റായിട്ട് പ്രവചിക്കാൻ പറ്റും. അതായത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ക്യാൻഡിൽ എത്രത്തോളം വോള്യൂം ഉണ്ട് സെല്ലേഴ്സിൻ്റെ ബയേഴ്സിൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ആളുകളും അതേപോലെ ചിന്തിച്ച് ചിലപ്പോൾ സെല്ലിങ് സ്റ്റാർട്ടായി തുടങ്ങും. അപ്പോൾ ഇത്തരത്തിൽ ഏറെക്കുറെ അനാലിസിസ് എല്ലാം കറക്റ്റ് ആവാൻ തന്നെയാണ് ചാൻസ്. മേ ബി റിവേഴ്സ് എടുത്ത് നടക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവർക്ക് എന്തായാലും ലോസും പ്രോഫിറ്റും രണ്ടും ഉണ്ടാവും. നമുക്ക് ഒന്നും അറിയാതെ നമ്മൾ വാങ്ങിച്ചിട്ട് ഏകദേശം കയറി പ്രോഫിറ്റ് കിട്ടി, അതൊക്കെ ഒരു ലക്കായിരിക്കും. എനി ടൈം നമുക്ക് കിട്ടിയ എമൗണ്ട് മൊത്തം പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും നമ്മളൊരു 10 സ്റ്റോക്കൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിലൊരു 5-6 നന്നായിട്ട് കയറി പോകുന്നതായിരിക്കും ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക്. അതല്ലാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞ പോലെ നിഫ്റ്റി 50ലുള്ള 10 കമ്പനിയിൽ ചെയ്യാം. അതും അല്ലാത്ത പക്ഷം നല്ല ഫണ്ടമെൻ്റൽ നോക്കി നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് അതിൽ 1 ഇയർ 2 ഇയർ ഇൻവെസ്റ്റ് ചെയ്യുക. അത് നമുക്ക് ഗ്രാഫൊക്കെ നോക്കി ഇതുവരെ 5 ഇയേഴ്സ് ഗ്രാഫ് 3 ഇയർ ഗ്രാഫ് എല്ലാം നോക്കി അത് എത്രത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കാണ്ടിരിക്കുക. ഒരു 2 ഇയർ സ്കീം മാറി ഇത്തരത്തിൽ ഇപ്പോൾ ഗോദ്രേജോ അല്ലെങ്കിൽ HDFC എല്ലാം ലാർജ് ക്യാപ്പിലുള്ള നല്ല കമ്പനീസ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ കൊറോണ അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടു വേണം ആ സമയത്ത് എക്സിറ്റ് ആവണ മാതിരി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതെല്ലാം നമ്മൾ നോക്കണം. ഏതിലും നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. സാഹചര്യത്തിനനുസരിച്ചിട്ട് എൻട്രി എടുക്കുക, അതുപോലെ തന്നെ എക്സിറ്റ് ആവുക. ചിലപ്പോൾ എൻട്രി എടുക്കേണ്ട സമയം ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് നിന്നെടുത്ത് തിരിച്ച് കയറുക ആവാം. ആ സമയത്ത് നമ്മൾ എൻട്രി എടുത്താൽ ചിലപ്പോൾ റിവേഴ്സ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ക്യാൻഡിലെല്ലാം നോക്കി വേണം. ഓരോ ക്യാൻഡിലും നമുക്ക് ഓരോ സ്റ്റോറി പറയാനുണ്ട്. അപ്പോൾ ആ ക്യാൻഡിലെല്ലാം നോക്കി വേണം നമ്മൾ എൻട്രി എടുക്കാൻ. അപ്പോൾ എനിക്ക് ഈ മെസ്സേജ് ലോസ് വരുന്നവരെന്നുള്ളത് ഇത്തരത്തിലുള്ളൊരു 3 ടൈപ്പാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒന്നുകിൽ നമുക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നല്ല കമ്പനി സെലക്ട് ചെയ്തിട്ട്. അതല്ലാത്ത പക്ഷം നമ്മൾ നിഫ്റ്റി 50യിൽ തന്നെ ഒരു 10 കമ്പനി ഫിൽട്ടർ ചെയ്തെടുത്ത് അതിൽ നല്ല രീതിയിൽ കുറച്ച് പഠിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിഫ്റ്റി 50യിൽ തന്നെ കുറച്ച് നല്ല കമ്പനി സെലക്ട് ചെയ്ത് അതിൽ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാം. ഇനിയിപ്പോൾ എങ്ങാനും നമ്മുടെ അനാലിസിസിന് വിപരീതമായിട്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത്തരം കമ്പനികൾ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ മുന്നേറി വരും. അപ്പോൾ നമുക്ക് വീണ്ടും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അത്തരത്തിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതും അല്ലാത്ത പക്ഷം നമ്മൾ ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ മാക്സിമം നമ്മൾ കയ്യിലുള്ള ഷെയർ എല്ലാത്തിലും ഡിവൈഡ് ചെയ്ത് ഇടാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയും ഓവറോൾ നെറ്റ് പ്രോഫിറ്റ്, ലോസും ഉണ്ടാവും പ്രോഫിറ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 3000 ലോസിലേക്ക് പോവാം സ്റ്റോപ്പ് ലോസ് അടിച്ച്. പക്ഷേ നമുക്ക് ഒരു 6000 അല്ലെങ്കിൽ 7000 നമുക്ക് പ്രോഫിറ്റിലേക്കും വരാം. അപ്പോൾ നമ്മുടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അന്നേ ദിവസം പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. ഇപ്പം നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം അടുത്ത റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യും, ടാർഗറ്റ് അല്ലെ. അതിൽ തട്ടി തിരിച്ചു വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ റെസിസ്റ്റൻസ് ടാർഗറ്റായിട്ട് നമ്മൾ ഫിക്സ് ആക്കും. പക്ഷേ മേ ബി അതിനിടയിൽ തന്നെ തിരിച്ചിറങ്ങി വന്ന് മേ ബി ചിലപ്പോൾ നമ്മുടെ പഴയ ബ്രേക്ക് ഔട്ട് തന്നെ സപ്പോർട്ടായിട്ട് എടുത്ത് തിരിച്ചു പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് ചോട്ടിലേക്ക് ഇറങ്ങി വീണ്ടും ഒരു റീടെസ്റ്റ് അടിച്ച് തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം നമുക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ലോസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറേ പൈസ നമുക്ക് കുറച്ചായിട്ട് പ്രോഫിറ്റ് കിട്ടി തുടങ്ങും. അതിനുശേഷം നമ്മൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. വീണ്ടും ഒറ്റയടിക്ക് ചിലപ്പോൾ നല്ല ഡൗൺ ആയിട്ടോ നമുക്ക് കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒന്നും അറിയാത്തവരാണെങ്കിൽ ഈ നിഫ്റ്റി 50യിലുള്ള കമ്പനികളിൽ ഇതേ രീതിയിൽ കുറഞ്ഞ സമയത്ത് വാങ്ങിയിടാൻ ശ്രമിക്കുക. അതല്ലാത്ത പക്ഷം എന്തായാലും നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരത്തിൽ ട്രേഡ് ചെയ്ത് ശ്രമിക്കുക. അപ്പോൾ എനിക്കും പറയുകയാണെങ്കിൽ ലോസ് നിറയെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റും ഉണ്ടായിട്ടുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റാണ് കൂടുതൽ. ആദ്യ ടൈമിലെല്ലാം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചോ ഇതൊക്കെ എങ്ങനെയാണ്. അതിനുശേഷമാണ് നമ്മൾ ഓരോ അനാലിസിസ് എല്ലാം പഠിച്ച് തുടങ്ങിയത്. ഇടയിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, ചിലപ്പോൾ നല്ല ലോസിലേക്ക് പോകേണ്ടത് മനസ്സിലാകുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ ഒരു കമ്പനി ഇങ്ങനെ ഇറങ്ങുമ്പോൾ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ പോരാ, അനാലിസിസും കുറച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫാണ് ഈ ഒരു റൂട്ടിൽ എന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മൾ അതൊക്കെ നോക്കി ഇപ്പോൾ അത്യാവശ്യം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ രീതിയിൽ കയറിപ്പോയി ഇങ്ങനെ പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ട്. പഴയതിൽ വെച്ചിട്ട് കുറച്ചും കൂടി പ്രോഫിറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് ലോസ് സംഭവിക്കും, പക്ഷേ ഓവറോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ
ഈ ഞാൻ പറഞ്ഞ ഈ സെഗ്രിഗേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നമ്മളെ അറിയാലോ. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം ഇത്തരത്തിൽ ആ ഓരോ സെഗ്രിഗേഷൻ എടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ ട്രേഡ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എന്തായാലും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കടൽ പോലെയാണ്, അതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എക്സ്പീരിയൻസ് തന്നെ ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ലോസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്മാറണം എന്നില്ല. ലോസ് ഉറപ്പാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.